നടിയെ ആക്രമിച്ച കേസിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ മൊഴിയുടെ പകർപ്പ് നൽകണമെന്ന അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാനും ജില്ലാ ജഡ്ജിക്ക് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഗായത്രി ചേരുന്നുണ്ട്. ഗായത്രി, അതിജീവിതയുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ജഡ്ജിക്ക് നൽകിയ മറ്റ് നിർദ്ദേശങ്ങൾ? മെമ്മറി കാർഡ് നദിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട എൻക്വയറിയിലെ സാക്ഷിമൊഴികളിലൂടെ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫൈഡ് അതിജീവിതയ്ക്ക് നൽകാനാണ് ഇപ്പോൾ ഹൈക്കോടതി ജില്ലാ കോടതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഒരു ആവശ്യം, അതിജീവിതയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു കേസ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നൊരു ആവശ്യം അതിജീവിത മുന്നോട്ട് വെച്ചിരുന്നു. ഈ കേസ് അത് കൂടുതൽ വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. മെയ് 30-നാണ് ഈ കേസ് വാദം കേൾക്കുക. ഈ ഒരു കേസിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കപ്പെട്ടു എന്ന കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന അതിജീവിതം ആവശ്യം അംഗീകരിച്ച് ജില്ലാ സെഷൻസ് ജഡ്ജ് ഈ ഒരു അന്വേഷണം നടത്തുകയായിരുന്നു. ഈ അന്വേഷണത്തിൽ അനധികൃതമായി 3 തവണ ഈ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു എന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് റിപ്പോർട്ട് അങ്ങനെ നൽകുമ്പോഴും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നായിരുന്നു അതിജീവിതയുടെ ആരോപണം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ മൊഴികളുടെ പകർപ്പ് നൽകണമെന്ന ഒരു ആവശ്യം അതിജീവിതം മുന്നോട്ട് വെക്കുന്നു. ഒപ്പം ഈ ഒരു റിപ്പോർട്ട് റദ്ദാക്കി കുറച്ചുകൂടി ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഈ ഒരു കേസ് അന്വേഷിക്കണമെന്ന ഒരു ആവശ്യവും അതിജീവിത മുന്നോട്ട് വെച്ചത്. ഈ സാഹചര്യത്തിലാണ് ഈ അന്വേഷണ റിപ്പോർട്ടിലെ മൊഴികളുടെ പകർപ്പ് നൽകാമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുന്നത്. ഈ കേസ് ഇല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം അത് കൂടുതൽ വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയുമാണ്. ശരി, ഗായത്രിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.